മുട്ടുവേദനയുണ്ട്, റെസ്റ്റ് എടുത്തോ. റെസ്റ്റ്. അവിടെ ഇന്ന് ആരും ഇല്ലേ? എല്ലാവരും എവിടെ പോയി? കോഴി. എടാ എല്ലാവരും കോഴി എന്ന് പറയില്ലേ? തമാശക്കാരനാണല്ലോ അവൻ. അങ്ങനെയാ ശ്യാം. താങ്ക് യു ശ്യാം. എന്നാ പൊന്നാന്നൊന്നും വിളിക്കണ്ട. ചെമ്മുണ്ട്. ചെമ്മൂസിനെ ഞാൻ എടുക്കില്ല, ഞാൻ ബ്ലോക്ക് അടിച്ചേക്കാം. ഇഷ്ടമല്ല ചെമ്മൂസിനെ. ഗിരിയേട്ടൻ അയ്യോ അല്ല, ഞാൻ കൊല്ലംകാരനാണ്. അതാ ചോദിച്ചത്. ബീച്ചേച്ചിക്ക് കത്തിയില്ല. ഞാൻ കുടിച്ചോണ്ടിരിക്കുകയല്ലോ അവിടെ ചക്ക. എടാ എനിക്കൊരാൾ ആരെങ്കിലും ഒരു ഐ ലവ് യു തരുമോ പ്ലീസ്? എടാ എനിക്കിതുമായിട്ട് ഒരു ഐ ലവ് യു പോലും കിട്ടിയില്ലടോ. എനിക്കൊരു ദിവസം എൻ്റെ മാവും പൂക്കും നോക്കിക്കും ഐ ലവ് യു തരാനും ലയണം തരാനൊക്കെ. അല്ല അശോക ചേച്ചി, ഐ ലവ് യു അല്ല, ഉറപ്പായും നോക്കിക്കോ. എനിക്കൊരു ദിവസം തരുവാട് ആരെങ്കിലൊക്കെ ലയൻ, ഉറപ്പാ. ഗിരിയേട്ടന് മസാജ് വേണമെന്ന്. അങ്ങനെ ഉണ്ടായി. പറയുമ്പോൾ ലവ് യു പറയാൻ പറ്റിയ സാധനം. എടാ നിനക്ക് എന്നെ കണ്ടിട്ട് ഒന്നും തോന്നണില്ല? ഗോയ്സ്, നിനക്ക് ബീച്ചേച്ചിനെ കണ്ടിട്ട് ഒരു ഐ ലവ് പറയാൻ തോന്നണില്ല? ആർക്കൊക്കെ ബീച്ചേച്ചിനെ കണ്ടിട്ട് ഒരു ഐ ലവ് പറയാൻ തോന്നുന്നുണ്ട്? ഒന്ന് കൈ പൊന്തിക്കോ. ആ യൂസറിന് മാത്രം എന്നെ തോന്നണില്ല. നിങ്ങൾക്ക് ആരെങ്കിലും തോന്നുന്നുണ്ടോ എന്നെ കണ്ടിട്ട് ഐ ലവ് പറയാൻ തോന്നുന്നില്ല? കണ്ട 2 പേർക്ക് തോന്നി. 200 പേരിൽ 2 പേർക്കേ തോന്നിയുള്ളൂ. കണ്ടാൽ എന്തോ പോലെ തോന്നൽ. പണ്ടന്മാർ പോടമൈരേ കണ്ടത്. എൻ്റെ ഗിരിയേട്ടന് വരെ ലവ് യു പറയാൻ തോന്നും. പറയും, ആയിക്കോട്ടെ. ഒരു ലയണ് എത്ര കല്ലിനോ ലവ് യു ഡി എമ്പൂരാന്. ഇത് എൻ്റെ JR ഐ ലവ് യു പറയണം. എനിക്കും തോന്നി സത്യം. ഓക്കെ, അവനെ പിടിച്ച് ബ്ലോക്ക് അടിക്കി. മോഡറേറ്റർമാർ ശ്രദ്ധിക്കി. അവൻ തേറി വിളിക്കുന്നു. അവൻ ഏതോ പെണ്ണുങ്ങളുടെ പൂറ് നക്കുന്ന മയറിനാണ് തോന്നുന്നു. ഇപ്പോൾ ഈ കണ്ണി കണ്ട പെണ്ണുങ്ങളുടെ പൂറ് നക്കുന്ന മരൊന്നും ഇവിടെ നമുക്ക് ആവശ്യമില്ല. ബ്ലോക്ക് അത്രേ ഉള്ളൂ. അവനെ ബ്ലോക്ക് അടിച്ചോളി. അവനങ്ങനെ ബ്ലോക്കിലോട്ടും പോയി. ശിവേനെ അല്ല ബ്ലോക്ക് അടിക്കാൻ പറഞ്ഞേ, ആ യൂസർ ഐ ഡിനെയാ. എടാ ദൈവമേ, ശിവേനെ എടാ CMS ആ പാവത്തിന് ബ്ലോക്ക് അടിച്ചു. ശിവയെ അൺമുട്ടാക്കൂ. എടാ ബ്ലോക്ക് അടിക്കുമ്പോൾ സൂക്ഷിച്ച് ബ്ലോക്ക് അടിക്കും. ഗോയ്സ്, മോഡറേറ്റർമാരെ ശ്രദ്ധിക്ക്. ആ സെറ്റിങ്സ് കയറിയിട്ട് ആ ശിവയെ ഒന്ന് അൺമുട്ടാക്കേണ്ടതാണ്. അയാൾ ഒന്നും എഴുതി വിട്ടില്ല. CMS നീ ബ്ലോക്ക് അടിച്ച ആ ശിവയെ ഒന്ന് അൺമുട്ടാക്കേണ്ടതാണ്. കാരണം അവനല്ല വഴക്കാൻ വേണ്ടിയിട്ടത്. അവനോട് ഐ ലവ് യു മാത്രമേ പറഞ്ഞുള്ളൂ. ആ യൂസറിനെയാണ് ഞാൻ ബ്ലോക്ക് അടിക്കാൻ പറഞ്ഞത്. നോക്കിക്കേ ശിവേനെ. ഒരു മിനിറ്റ്. ശിവയെ അൺമുട്ടാക്ക്. ശ്രദ്ധിക്കണ്ടേ നമ്മൾ ബ്ലോക്ക് അടിക്കുമ്പോ? എന്നെ ഒന്ന് ആക്കൂ, ഞാൻ ശരിയാക്കി തരാം. അൺമുട്ടാക്ക് CMS. നീയാണ് ബ്ലോക്ക് അടിച്ചത്. അതിന് അൺമുട്ടാക്കിക്കേ. പാവം, അതൊന്നും പറഞ്ഞില്ല. ആ യൂസർ ഐ ഡിയാണ് പറഞ്ഞത്. CMS തിരക്കി കൊണ്ട് എടുക്കായിരിക്കും. റൈസിക്ക ഗിരി മോഡല്ലേ? അയ്യോ ഗിരി ഞാൻ മോഡാക്കൂല. ഗിരി എല്ലാത്തിനും പിടിച്ച് കാണുന്നില്ല. നീ ഇപ്പൊ ബ്ലോക്ക് അടിച്ചത് ശിവേനെ. പാവണ്ടടാ, അതിനെന്തിനാടാ ബ്ലോക്ക് അടിച്ചാൻ? ഞാൻ കാണിച്ച നീ ആരെ ബ്ലോക്ക് അടിച്ചെന്ന്. ശിവ എന്നാണ് ഐ ഡിയുടെ പേര്. ശിവ എൻ. എനിക്കത് ബ്ലോക്ക് കുറക്കാൻ പറ്റുമോ? എനിക്ക് അൺബ്ലോക്ക് ആക്കാൻ പറ്റൂ കേട്ടോ. ഞാൻ അൺബ്ലോക്ക് ആക്കി. ഇനി
അൺബ്ലോക്കാക്കി എനിക്ക് അൺബ്ലോക്ക് ആക്കാൻ പറ്റും. റൈസിക്ക് അൺബ്ലോക്കാക്കി. ശിവ കണ്ടു, അതിന് ഞാൻ അൺബ്ലോക്കാക്കി. അത് ശ്രദ്ധിക്കണേ, നമ്മൾ ബ്ലോക്ക് അടിക്കാൻ പറയുന്നവരെ മാത്രം ബ്ലോക്ക് അടിക്കുക. ഓക്കെ, ശിവ 1 2 3 അതെ, അത് അൺബ്ലോക്കാക്കി. അത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അവൻ എന്നോട് ഒന്നും പറഞ്ഞില്ല. ഗിരിക്ക് ഞാൻ കൊടുക്കൂല. ഗിരി എല്ലാത്തിനും പിടിച്ച് ബ്ലോക്ക് അടിക്കും. അങ്ങനെ അങ്ങനത്തെ സ്വഭാവമാണ്. ഗിരി അവിടെ ഇരുന്നോട്ടെ, നമ്മൾ ഒന്നും ആക്കില്ല. എന്നാ എൻ്റെ ഗിരി നമുക്ക് ഗിരിനും കൂടി ആക്കിയാലോ അല്ലേ? എന്നാലൊരു പവർ ഉണ്ടാവുള്ളൂ. ചെറുക്ക ആദ്യത്തെ ബ്ലോക്ക് നിന്നെ കുണ്ടി പിടിച്ചടിക്കും ഞാൻ. എന്നാ എൻ്റെ മോഡറേറ്റർ ദേ എൻ്റെ ബ്ലോക്ക് അടിക്കരുത്. ബ്ലോക്ക് അടിച്ചാൽ ഖത്തറിൽ വരും. നിനക്ക് ഇച്ചിരി പ്രഷറുള്ള ഗിരി ഇവിടുന്ന് സെക്യൂരിറ്റിയാണ്. ഇനി കണ്ടോ, അതാ ഞാൻ ഇവനാക്കാത്ത. ഗിരിയേട്ടൻ എൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ ഏട്ടൻ്റെ സെറ്റപ്പ്. മോഡറേറ്റർ ദേ എൻ്റെ സന്ദീപിനെ പിടിച്ച് മൂട്ടടിക്കില്ല കേട്ടോ, ബ്ലോക്ക് അടിക്കില്ല കേട്ടോ. ഗിരിയെ അവിടെ ഒന്ന് കുത്തു ഞാൻ. ബിജുമുത്തേ ജയ ഗിരിനെ പിടിച്ചോ. ഗിരി പൊളിയാ. ഗിരിക്ക് ഇവിടെ നിന്ന് ഒരാളെ സെറ്റാക്കണം. ഇസ്രോ നമുക്ക് കല്യാണം കഴിക്കാത്ത ചെക്കനാ. കുറ്റേനിയാ അച്ചായനാ നമുക്ക് ആരെങ്കിലും അവന് സെറ്റാക്കി കൊടുക്കണം. ഒരച്ചായത്തിന് കേട്ടോ, കാണാൻ നല്ല മുന്തുള്ള ചെക്കനാ. ആരെങ്കിലും നമുക്കൊന്ന് സെറ്റാകണം. അശ്വ ചേച്ചി കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നെയും ആക്കിക്കൂടെ മോഡറേറ്റർ? ഞാൻ കല്യാണം കഴിച്ചു. എന്നോട് ഇന്നലെ ഞാൻ ഗിരിയോട് പറഞ്ഞു. അപ്പോൾ പറയാട്ടോ, ഗിരി അത് കല്യാണം കഴിഞ്ഞില്ലേന്ന് ചോദിച്ചു. സ്റ്റിൽ സിംഗിളായി നടത്തുടരുന്നു. അവന് കല്യാണം നോക്കണം. നല്ലൊരു പെൺകൊച്ചിന്, നല്ല കൊച്ചിന്. അവനെ പോലെ അവന് ഏകദേശം 30-31 വയസ്സുണ്ട്. എൻ്റെ പ്രായമുള്ളൂ. പെണ്ണിനൊരു 26-25 വയസ്സ്. 26-27-25 വയസ്സുള്ള പെണ്ണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യണേ. നമ്മുടെ ഗിരിയേട്ടനും കൊണ്ട് കെട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. സൂപ്പർ ചെക്കനാണ്, സ്മാർട്ടാണ്. സത്യം സ്മാർട്ടാണ്. ആരും ചതിക്കില്ല, പറ്റിക്കില്ല. നല്ല ചെക്കനാണ്. ആരെങ്കിലും എന്തെങ്കിലും താല്പര്യം ഗിരിനോടുണ്ടെങ്കിൽ അത് എന്നോട് പറയണം. ഡയറക്റ്റ് അവൻ്റെ PM പോകാനോ പറ്റൂല. ഞാൻ അറിയും. കാരണം എനിക്ക് കമ്മീഷൻ കിട്ടാനുള്ളതാണ്. ഗിരിയുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപയ്ക്ക് കമ്മീഷൻ കിട്ടും. ഓക്കെ, എനിക്ക് അതേ വയസ്സുള്ളൂ. പക്ഷേ ചാൻസ് പോയാലും ഗിരീസുള്ളൂ നല്ല ചക്കരല്ലേ, എനിക്ക് കമ്മീഷൻ കിട്ടും 1 ലക്ഷം രൂപ. അത് ഞാൻ കളയില്ല. ഡയറക്റ്റ് എൻ്റെ അടുത്ത് വരണം. അവനിക്ക് യൂണിവേഴ്സിൽ അടിക്കാന്ന് പറഞ്ഞേക്കണേ. അവന് പെണ്ണ് സെറ്റാക്കി കൊടുത്താ അത് ഞാൻ കളയേ. ഗിരി അല്ലേ ഗിരിക്ക് നോക്കണം. ഇസ്രോ നമുക്ക് നോക്കണം. നല്ലൊരു പെണ്ണ്, നല്ല പെൺകൊച്ചായിരിക്കണം. കാരണം അവനെപ്പോലെ തന്നെ കാണാൻ നല്ല പെണ്ണ്. ചേച്ചി ഇത് നമുക്കൊന്ന് നോക്കണേ കേട്ടോ.